എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിരുവാണി ഫോറസ്റ്റിന്റെ എൻട്രൻസിലാണ്. നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ശിരുവാണി ഫോറസ്റ്റിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. എൻട്രൻസ് മുതൽ കേരളമേട് വരെയുള്ള ഫോറസ്റ്റിൽ കൂടിയുള്ള മുഴുവൻ യാത്ര 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഫോറസ്റ്റിനകത്ത് കൂടെയുള്ള യാത്ര മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. മുഴുവനായിട്ടും വഴി കാണിക്കുന്നുണ്ട്. ഈ വഴി കാണിക്കാനായിട്ടൊരു പ്രത്യേക കാരണം, കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടേക്കുള്ള എൻട്രി നിരോധിച്ചിരിക്കുകയായിരുന്നു. അതായത് 2018 പ്രളയത്തിന് ശേഷം ഇങ്ങോട്ടുള്ള പബ്ലിക്കിനുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയായിരുന്നു. 6 വർഷത്തിന് ശേഷം ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് വീണ്ടും ഈ ഫോറസ്റ്റിനകത്തേക്കുള്ള പ്രവേശനം അനുവദിച്ചത്. 6 വർഷം ഇവിടെ അടച്ചു കിടന്നുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം വന്യജീവികളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മുൻപെല്ലാം ഇവിടെ ഫോറസ്റ്റിന്റെ വാഹനത്തിൽ തന്നെയാണ് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ തുടങ്ങിയ സമയമായതുകൊണ്ട് അതിനുള്ള കോൺട്രാക്ട് ഒന്നും എടുത്തില്ല. നമ്മളുടെ സ്വന്തം വാഹനത്തിൽ വേണം ഇവിടേക്ക് പോകാനായിട്ട്. സ്വന്തം വാഹനത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ യാത്ര ഞാൻ മുഴുവൻ കാണിക്കുന്നത്, റോഡ് മുഴുവനായിട്ട് കാണിക്കുന്നത്. കാറുകൾക്ക് പോകാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം റോഡെല്ലാം 5-6 വർഷമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കാറുകൾക്കൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ അടി തട്ടും. കാറുകളായിട്ട് വരികയാണെങ്കിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനം കൊണ്ടുവരണം. 4 വീൽ വാഹനമാണ് ഏറ്റവും ഉത്തമം. ചില സ്ഥലങ്ങളിലെല്ലാം കാറുകൾക്ക് അടി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ ഇടുങ്ങിയ വഴിയാണ്, വളരെ വീതി കുറഞ്ഞ ഒരു വാഹനത്തിന് മാത്രം പോകാവുന്ന ഒരു വഴിയാണുള്ളത്. നമ്മളിവിടെ പോകുമ്പോൾ ഒരു കാറിന്, അതായത് 4 ആളുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കാറിന് 5 സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും ഇവിടെ നിന്ന് നമ്മളുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവും. അങ്ങനെ 5 സീറ്റുള്ള വാഹനത്തിന് തന്നെ എൻട്രി ഫീസ് 2000 രൂപയാണ്. അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 7 സീറ്റിന് 3000 രൂപ, അങ്ങനെ 13-10 സീറ്റാണെങ്കിൽ 5000. അങ്ങനെ വേറെ വേറെയാണ് ചാർജസ്. അത്ര ചാർജ് കൊടുത്ത് വേണം നമുക്ക് ഇതിനകത്ത് വരാനായിട്ട്. ഏതാണ്ട് ഒരാൾക്ക് നമുക്ക് 500 രൂപ എൻട്രി ഫീസ് എന്ന് വേണമെങ്കിൽ കരുതാം. ഞങ്ങളുടെ കൂടെ ഫോറസ്റ്റ് ഗാർഡായിട്ട് വന്നത് മിസ്റ്റർ അയ്യപ്പനാണ്. അയ്യപ്പൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നു. ഇവിടെ മിക്കവാറും എല്ലാ വന്യമൃഗങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആന മിക്കവാറും എല്ലാ കാടുകളിലും നമ്മളിവിടെ കാണുന്നതാണ് കേരളത്തിൽ. കൂടാതെ തന്നെ കരടിയും പുലിയും എല്ലാം ഇവിടെയുണ്ട്. രാവിലെയും വൈകുന്നേരം എല്ലാം ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പുലിയെ ഈ റൂട്ടിൽ കാണുന്നുണ്ട്. അയ്യപ്പന്റെ വീട് തന്നെ ഈ വഴിയിൽ ഏതാണ്ട് പകുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രൈബൽ കോളനി ഉണ്ട്. അതിനകത്താണ് അയ്യപ്പൻ താമസിക്കുന്നത്. ആ കോളനിക്കകത്ത് 38 വീടുകളാണുള്ളത്. അവർ വൈകുന്നേരം ഒന്നും ഈ വഴിക്ക് ഇറങ്ങാറില്ലെന്ന് പറഞ്ഞു. റോഡിൽ ഇറങ്ങിയാൽ തന്നെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ പുലിയും കരടിയെല്ലാം കാണാറുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ സേഫായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് ഗാർഡിനെ നമ്മുടെ കൂടെ അയക്കുന്നത്. ഞാൻ ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഈ ദിവസം ആദ്യത്തെ വാഹനമാണ് എൻ്റെ. വളരെയധികം വാഹനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഫസ്റ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. കാരണം തിരിച്ചൊരു വാഹനം വരാനില്ല ഈ വഴിയിൽ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഫോറസ്റ്റിനകത്ത് ഹോൺ അടിക്കാൻ പാടില്ല. നമുക്ക് ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓപ്പോസിറ്റ് ഒരു വാഹനം വരാനില്ല. തന്നെയല്ല, നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു ഭീതി എന്ന് പറഞ്ഞാൽ റോഡിന് മുന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. എപ്പോഴും 1-2 വാഹനങ്ങൾ പോയാൽ മാത്രമാണ് റോഡിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളുണ്ടെങ്കിൽ റോഡിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. ആദ്യത്തെ വാഹനത്തിന് മുമ്പിൽ മിക്കവാറും ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ പെടാറുണ്ടെന്ന് പറയുന്നു. ആ ചെറിയൊരു ഭയത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വാഹനം ഓടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ ജിംനിയിൽ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഒരു അനുഭവം ഉണ്ടാകും. ഈ വഴിയിൽ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാടിനകത്തെ വീഡിയോ മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ സ്വന്തം വണ്ടി ഓടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ
കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ കണ്ടാൽ അവർക്കത് ഉപകാരപ്രദമാക്കും. സ്ഥിരമായിട്ട് ഇവിടെ ഒരു ആന കവാലിയെ പോലെ, അതായത് മലക്കപ്പാറ റോഡിൽ കവാലി എന്ന് പറഞ്ഞൊരു ആന സ്ഥിരമായിട്ട് വഴി തടയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റക്കമ്പൻ സ്ഥിരമായിട്ട് റോഡിൽ കാണാറുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ സഞ്ചാരമെല്ലാം തുടങ്ങിയതിന് ശേഷം റോഡിൽ നിന്ന് അല്പം മാറിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. എന്നാലും ചില സമയങ്ങളിൽ റോഡിൽ കാണാറുണ്ട്. ഞങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ആനപ്പിണ്ടം 1-2 സ്ഥലത്ത് കണ്ടു. എങ്കിലും ശല്യക്കാരൻ അല്ലെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ യാത്രയിൽ തന്നെ മനസ്സിലാകും കാടിന്റെ ഒരു മനോഹാരിത. കാട് ഇഷ്ടപ്പെടുന്നവർക്കും കാട്ടിലൂടെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കഴിഞ്ഞ ഒരാഴ്ചയിലെ മുമ്പ് ഒരു വാഹനത്തിനെതിരെ ഒരു ആന വന്നു. ഈ കാട്ടാന വന്നു. വാഹനം റിവേഴ്സ് എടുക്കേണ്ടി വന്നു. ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഗാർഡ് ഇറങ്ങി. പക്ഷെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഗാർഡിനെ ആന പിന്തുടർന്ന് ഈ റോഡിൽ കൂടി തന്നെ ഓടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് വളരെ ഒരു ട്രിക്കെല്ലാം ഉപയോഗിച്ചാണ് ആനയെ റോഡിൽ നിന്ന് മാറ്റിയത്. അതിനുശേഷമാണ് ആ വാഹനത്തിന് കടന്നു പോകാൻ സാധിച്ചത്. ഞാനിവിടെ പറയുന്നത് ഈ വഴിക്ക് വരുന്നവര് വളരെ സേഫ് ആണെന്ന് കരുതിയാലും നമ്മളത് പ്രതീക്ഷിക്കണം. തന്നെയല്ല, വളരെയധികം വാഹനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഞാൻ ഇന്നിവിടെ പോകാനായിട്ട് വന്ന സമയത്ത് തന്നെ ഞങ്ങളെ കൂടാതെ ഒരു ടെമ്പോ ട്രാവലർ പട്ടാമ്പിയിൽ നിന്നൊരു ട്രിപ്പ് വന്നിരുന്ന ഏതാണ്ട് ഒരു 10-11 പേരുള്ള ഒരു ടെമ്പോ ട്രാവലർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 വാഹനം മാത്രമാണ് ഇന്ന് ഇവിടേക്ക് ആയിട്ട് വന്നത്. ആദ്യത്തെ വാഹനമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ടെമ്പോ ട്രാവലർ അത്ര വേഗമൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ വാഹനം 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ കുഴികളൊന്നും വലിയ പ്രശ്നമില്ലാതെ കയറി കൊണ്ടുവരാണ്. ടെമ്പോ ട്രാവലിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് ചില സ്ഥലങ്ങളിൽ. പ്രത്യേകിച്ചും നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 5 കിലോമീറ്ററോളം വളരെ മോശമായ റോഡാണ്. പണ്ട് ടാറിംഗ് ഉണ്ടായതാണ്. പ്രളയത്തിൽ തന്നെ 2018 തന്നെ റോഡെല്ലാം ഇടിഞ്ഞു പോയി. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയെല്ലാം നിങ്ങൾക്ക് റോഡ് നന്നായിട്ട് കാണും. പക്ഷേ തുടക്കത്തിൽ വളരെ മോശമായിരുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് വളരെ മോശമായ റോഡുകളുണ്ട്. പിന്നെ ഈ റോഡ് കാണുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ നേരെ പോകുന്നതായിട്ടാണ് പോവുക. ആക്ച്വലി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അല്ല പോകുന്നത്. കയറ്റമാണ്, മുഴുവനും കയറ്റം, വളവുമാണ്. ഹെയർപിൻ ബെൻഡായുള്ള വളവുകളുണ്ട്. ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിന്റെ ഓഫീസാണ് ഇവിടെ കണ്ടത്. ഈ ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ യാത്ര തിരിക്കുകയാണ്. ഈ ശിരുവാണി പോയ മറ്റുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ വാഹനം നിർത്തി ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശിരുവാണിയിൽ നിന്ന് ഡാമിൽ നിന്ന് കേരളമേട് വരെ പോയിട്ട് കേരളമേട്ടിലൊരു ട്രക്കിംഗ് കൊണ്ട് ഒരു 1.5 കിലോമീറ്റർ മലകളിൽ കയറിയിട്ട് അതും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തിരിച്ചുള്ള വീഡിയോ, ഈ ട്രിപ്പ് തിരിച്ചുള്ള വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളല്ല തിരിച്ച് നമ്മൾ വരുമ്പോൾ റോഡിന്റെ മനോഹാരിത മുഴുവനായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഴുവൻ റൂട്ടും ഞാൻ ഷൂട്ട് ചെയ്തത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു വരുന്നു. രാവിലെ 9 മണിക്കാണ് ഇവിടെ നിന്നുള്ള ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 12:30-ക്ക്. അങ്ങനെ 2 ട്രിപ്പാണ് ഉള്ളത്. നേരത്തെ ബുക്ക് ചെയ്യണം ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ബുക്കിങ്ങിന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താലാണ് നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാറിലെല്ലാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് നമ്മളിവിടെ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് നിന്ന് വല്ല ജീപ്പോ മറ്റോ നമ്മൾ ഹയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ചെക്ക് പോസ്റ്റ് മുകളിൽ നിന്ന് നമ്മുടെ വാഹനം നിർത്തിയിട്ട് പിന്നെ ആ ജീപ്പിൽ വേണം നമുക്ക് പോകാനായിട്ട്. ഗവൺമെന്റേതായിട്ടുള്ള വാഹനങ്ങളൊന്നും
ഇവിടെ തുടങ്ങിയിട്ടില്ല. താമസിയാതെ തന്നെ തുടങ്ങും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ ത്രൂ ഉള്ള വാഹനമാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈലന്റ് വാലിയിലെല്ലാം പോകുന്ന പോലെ പിന്നെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇതിനകത്തേക്ക് കയറ്റി വിടുകയില്ല. പ്രൈവറ്റ് വാഹനത്തിൽ പോകണമെന്നുള്ളവർക്ക് വളരെ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ നമുക്ക് സ്വന്തം വാഹനത്തിൽ ഇങ്ങോട്ട് പോകാൻ കഴിയും. ഫോറസ്റ്റിന്റെ വാഹനത്തിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഇങ്ങോട്ട് കടത്തി വിടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപ് തന്നെ ഇങ്ങോട്ട് പോയത്. നമ്മുടെ വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി വാഹനം നിർത്തി ഷൂട്ട് ചെയ്യാനും എല്ലാ സൗകര്യം കിട്ടും. നമ്മളെ ഇഷ്ടാനുസരിച്ച് വാഹനം ഓടിക്കാനും കഴിയും. പിന്നെ ആ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ത്രില്ല് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ശിരുവാണി ഡാം ഉള്ളത്. ശിരുവാണി ഡാമിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്കുള്ള വാട്ടർ സപ്ലൈ അല്ല, കോയമ്പത്തൂർ സിറ്റിയിലേക്കുള്ള മുഴുവൻ വെള്ളവും പോകുന്നത് ഈ ശിരുവാണി ഡാമിൽ നിന്നാണ്. ഡാം കേരള സ്റ്റേറ്റിലാണെങ്കിലും അതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ മെയിൻ്റനൻസ് എല്ലാം ഇതിനു മുമ്പ് ചെയ്തത് തമിഴ്നാട് ഗവൺമെന്റ് ആണെന്ന് പറയുന്നു. ഈ ഡാമിൽ നിന്ന് ഒരു ടണല്, അണ്ടർഗ്രൗണ്ട് ടണല് ഉപയോഗിച്ചിട്ടാണ് കോയമ്പത്തൂരിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ടണൽ പോകുന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, അത് ഭൂമിക്കടിയിൽ കൂടിയാണ്. എങ്കിലും ടണൽ തുടങ്ങുന്ന ഭാഗം ഡാമിന്റെ നടുവിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഡാമിന് ശേഷം വീണ്ടും ഒരു 10 കിലോമീറ്റർ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് കേരളമേട് എന്നൊരു സ്ഥലത്തേക്ക്. അവിടെ വരെയാണ് കേരളത്തിന്റെ അതിർത്തി. വിശാലമായ പുൽമേട് ഉള്ള കുന്നുകളാണ് അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ സിറ്റിയും അതുമാതിരി എല്ലാം മുകളിൽ നിന്ന് കാണാൻ കഴിയും. പക്ഷെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. കോടിറങ്ങിയ സമയമാണെങ്കിൽ നമുക്കൊരു നിഴൽ പോലും മാത്രമേ കാണുകയുള്ളൂ. അവിടെ നിന്ന് പിന്നെ തമിഴ്നാടിന്റെ റോഡാണ്, ഇതുപോലെ തന്നെയുള്ള റോഡാണ് അങ്ങോട്ട് തമിഴ്നാട് കോയമ്പത്തൂരിലേക്കുള്ളത്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ആ കേരളമേട് ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 1.5-2 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ട്. ഈ കേരളമേട് പുൽമേടിലേക്ക് നമുക്ക് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വളരെ ദുർഘടം പിടിച്ചൊരു പാതയാണ്. പല വീഡിയോകളിലും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ട്രക്കിംഗ് നടത്തി പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ആ ട്രക്കിംഗ് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ട്രക്കിംഗ് ആണത്. പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്കെല്ലാം പോകാൻ ബുദ്ധിമുട്ടാണ്. ആ വീഡിയോ എല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവർ കാണുക. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബംഗ്ലാവും അവര് അവരുടെ കെട്ടിടങ്ങളെല്ലാം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും. ഡാമെത്തുന്നതിന് മുൻപായിട്ട് ഈ റോഡെല്ലാം അല്പം ഇങ്ങനെ പുല്ലൊന്നും പിടിച്ച് കിടക്കാത്തതിന്റെ കാരണം തന്നെ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളെല്ലാം ഇടയ്ക്ക് പോകുന്നതുകൊണ്ടാണ്. പബ്ലിക്കിനുള്ള എൻട്രി ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത് 6 വർഷത്തിന് ശേഷം. രാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യനടിക്കുമ്പോൾ ഈ ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണാം. മഴവില്ല് പോലെ ഉള്ള കളറുകളെല്ലാം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു യാത്രയാണിത്. കഴിയുന്നെങ്കിൽ നിങ്ങൾക്കും കൂടി കണ്ട് യാത്ര ചെയ്ത് ഇതെല്ലാം അനുഭവിക്കുക. ഫോറസ്റ്റ് വാഹനത്തിന്റെ സവാരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വാഹനത്തിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഈ യാത്ര ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ട്രൈബൽ കോളനി ഉണ്ട്, അവിടെ 38 വീടുണ്ടെന്ന്. അവിടെയുള്ള ആളുകൾക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഏതാണ്ട് ഇപ്പോൾ തന്നെ 6ഓളം പേരെ ഇവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് കഴിച്ച്. അതിൽ ഓരോരുത്തരെയാണ് ഇങ്ങനെ ഒരു വാഹനത്തിന്റെ കൂടെ അയക്കുന്നത്.
ഇവിടെ മാക്സിമം ഒരു ദിവസം 20 വാഹനം വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അവധി ദിവസങ്ങളിൽ. വാഹനങ്ങൾ കുറവാണെങ്കിൽ ഓരോ വാഹനത്തിലും ഓരോരുത്തരായിരിക്കും. ഇവർക്ക് ഇവിടെ ഫോറസ്റ്റിന്റെ തന്നെ മന്ത്ലി സാലറിയാണ്. ഇങ്ങനെ കിട്ടുന്ന കാറ്റിൽ നിന്നാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. അവർക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഹനങ്ങൾ കൂടുതലുള്ള ദിവസം 3 വാഹനത്തിനൊക്കെ കൂടി ഒരു ഗൈഡനാണ് അവർ അനുവദിക്കുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം വാഹനങ്ങളൊക്കെ കുറവായതുകൊണ്ട് 2 വാഹനത്തിലും ഓരോ ഗൈഡ്സ് ഉണ്ടായിരുന്നു. 10-25 വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ് മിസ്റ്റർ അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളങ്ങനെ ഇവിടെ ശിരുവാണി ഡാമിനകത്ത് കണ്ടു എത്തിക്കഴിഞ്ഞു. ഇതാണ് ശിരുവാണി ഡാം. ശിരുവാണി ഡാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. ശിരുവാണി ഡാം ക്രോസ് ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളമേടിലേക്ക്. ഇനി വീണ്ടും 10 കിലോമീറ്റർ കൂടി നമുക്ക് ഈ കടൽക്കോട് യാത്ര ചെയ്യണം കേരളമേടിലെത്താനായിട്ട്. കേരളമേട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫോറസ്റ്റിന്റെ തന്നെ ഒരു ചെറിയൊരു ഓഫീസുണ്ട്. ഓഫീസല്ല, അവിടെ ഒരു ഡ്യൂട്ടിക്കുള്ള അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ചെറിയൊരു റൂമും അതുപോലെയുള്ള സൗകര്യങ്ങളും. അവിടെ നിന്ന് നമുക്ക് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് വേണം. അവിടെ വരെ മാത്രമേ വാഹനം പോവുകയുള്ളൂ. അതിനപ്പുറം തമിഴ്നാട് ബോർഡറാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് യാത്ര തിരിക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. മറ്റൊരു വാഹനങ്ങളും ഈ വഴിയിൽ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. പിന്നെ മറ്റൊരു കാര്യം, 2 വീലേഴ്സ് ഒരു കാരണവശാലും ഈ ഫോറസ്റ്റ് സഫാരിക്കായിട്ട് അനുവദിക്കില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് പുറത്തേക്ക് 2 വീലേഴ്സ് വിടുന്നല്ല. 2 വീലേഴ്സിലുള്ളവർക്ക് വാഹനം അവിടെ നിർത്തി മറ്റേ 1-2 2 വീലർ ഒരുമിച്ച് വന്ന് അവിടെ നിന്ന് വേറെ ജീപ്പ് വിളിച്ചിട്ട് വേണമെങ്കിൽ പോരാവുന്നേ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ യാത്ര അനുവദിച്ചിട്ട് അധികം ആവാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വരുന്ന യൂട്യൂബേഴ്സാണ്. ഇവരും അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം യൂട്യൂബേഴ്സ് വഴി തന്നെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത്. നമ്മളിവിടെ കാണുന്ന പാലം നമ്മൾ കണ്ട ശിരുവാണി ഡാമിന്റെ താഴ്ഭാഗമാണ്. ഇവിടെ പക്ഷേ ഈ ഡാമിലേക്ക് നിന്നുള്ള വെള്ളം അങ്ങോട്ട് തുറന്നു വിടാറില്ല. വളരെയധികം ഡാമിന്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ മാത്രമേ ഡാം തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വെള്ളം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് കോയമ്പത്തൂരിലേക്കുള്ള കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഈ വർഷം മഴ കൂടിയ സമയത്ത്, വെള്ളം നിറഞ്ഞ സമയത്ത് അല്പം തുറന്നു വിട്ടിരുന്നെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴൊന്നും തുറന്നിട്ടില്ല. കാരണം ഇപ്പോൾ ലെവലിന് താഴെ തന്നെയാണ് വെള്ളം പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലുള്ളതാണ്. നമ്മളിപ്പോൾ ഡാമിന്റെ ഭാഗത്ത് താഴേക്ക് ഇറങ്ങിയാണ് വന്നത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതൽ ശിരുവാണി ഡാം വരെ നമ്മൾ കയറ്റം കയറുകയായിരുന്നു. അതിനുശേഷം നമ്മൾ താഴേക്കാണ് ഇറങ്ങുന്നത്. ഷട്ടിൽ കൂടി തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഡാമിന്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മല കയറി, ആ കയറിയ മല നമ്മൾ ഇറങ്ങുകയാണ്. ഒരു വാഹനത്തിന് കഷ്ടി പോകാവുന്ന വഴി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. ഇറങ്ങിയാൽ തന്നെ ഇവിടെ റോഡിൽ നമ്മൾ കാല് വെച്ചാൽ തന്നെ നമ്മുടെ കാലിൽ അട്ട കയറുന്നതായിരിക്കും. അത്രയധികം അട്ടയുള്ള സ്ഥലമാണ്. ഈ പുല്ലിലെല്ലാം ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ അട്ട കയറും.
പുല്ലില്ലാത്ത സ്ഥലത്ത് നോക്കി വാഹനം നിർത്തിയിട്ട് വേണം താഴെ ഇറങ്ങാൻ തന്നെ. നമ്മളങ്ങനെ ആ ഡാമിന്റെ താഴ്ഭാഗത്തെത്തി. താഴ്ഭാഗത്ത് കാണുന്ന വ്യൂ ആണിത്. ആ ഡാമിന്റെ ഭാഗത്തേക്ക് ഞാനൊന്ന് വാഹനം തിരിച്ച് നിർത്തി ഇവിടെ നിന്ന് വ്യൂസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അവിടുന്ന് വാഹനം വീണ്ടും റോഡിലേക്ക് തന്നെ എടുത്തു. ഡാമിന്റെ രണ്ട് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നത്. വീണ്ടും കേരളമേടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. എന്നാലും നല്ല തണുപ്പായിരുന്നു ഇവിടെ. വാഹനത്തിന്റെ ഗ്ലാസ് എല്ലാം ഇറക്കിയിട്ട് ഈ കാട്ടിലെ തണുത്ത കാറ്റും കൊണ്ടുള്ള യാത്ര വളരെ സുഖമുള്ളൊരു യാത്രയായിരുന്നു. കാട്ടുപോത്ത് ധാരാളമുള്ള സ്ഥലമാണിത്. അതുപോലെ തന്നെ മാനുകള്, എല്ലാ വന്യജീവികളും സാധാരണയായിട്ട് പുറത്തിറങ്ങുന്നത് തന്നെ രാത്രിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പകലും ഇവിടെ ഈ ഭാഗത്തെല്ലാം വന്യമൃഗങ്ങൾ വന്നിരുന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വീണ്ടും ജനസഞ്ചാരം തുടങ്ങിയോണ്ട് അവർ വീണ്ടും പകൽ സമയത്തെല്ലാം കാട്ടിലേക്ക് തന്നെ ഉൾവലിയുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നെ ഇവിടെ ആകെ ഭയപ്പെടേണ്ട ഒരു കാര്യം നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ആനയെ മാത്രമാണ്. കാരണം വാഹനത്തിനെ ആക്രമിക്കുന്നത് ആന മാത്രമാണെന്ന് പറയുന്നു. മറ്റുള്ള വാഹനങ്ങളൊന്നും മറ്റുള്ള മൃഗങ്ങളെല്ലാം വാഹനം കണ്ടാൽ തന്നെ മാറിപ്പോകും. വാഹനത്തിന് നേരിട്ട് ആക്രമിക്കാറില്ല. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സ്പീഡിലല്ല ഇവിടെ കാണിക്കുന്നത്. ഡബിൾ എക്സ് സ്പീഡിലാണ് ഇവിടെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇത്ര സ്പീഡിൽ അല്ല വാഹനം ഓടിക്കുന്നത്. നമുക്ക് ഇത്ര സ്പീഡിൽ വാഹനം ഓടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്തായാലും പറയുന്നു. ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ എത്ര ബോട്ടിലുണ്ടെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയണം. തിരിച്ചു പോകുമ്പോഴും നമ്മളവിടെ ബോട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. വനത്തിനകത്ത് നമ്മൾ അതുമാതിരി ഭക്ഷണാവശിഷ്ടങ്ങളോ കടലാസോ മറ്റൊന്നും വലിച്ചെറിയാൻ പാടില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് തീർത്തും നമ്മളിങ്ങോട്ട് എറിയാതിരിക്കണം. പ്ലാസ്റ്റിക് കുപ്പികൾ അതുകൊണ്ട് തന്നെയാണ് അവര് വെള്ളത്തിന്റെ ബോട്ടിലെല്ലാം അവിടെ കൃത്യമായിട്ട് കണക്ക് നോക്കുന്നത്. അതിവിടെ പറയാവുന്ന കാരണം പ്രത്യേകിച്ച് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിന്നല്ല ഒരു കാടിനകത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാലും പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിയാതെ സൂക്ഷിക്കണം. ആറു വർഷമായിട്ട് ഇവിടെ അടച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊന്നും യാതൊരുവിധ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ മറ്റൊന്നും കണ്ടില്ല. പക്ഷെ ഇനി തുടർച്ചയായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ചിലരെല്ലാം വീണ്ടും അനുസരിക്കാത്തവരുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം. കാരണം ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയെല്ലാം
മുഴുവനായിട്ട് കാണിക്കുമ്പോൾ ചിലരെല്ലാം ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. കാരണം ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും കണ്ടിട്ടാണ് പോകാറ്. കാരണം ആ റോഡും അതുമാതിരിയുള്ള അതിൻ്റെ സ്ട്രക്ചറെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. തന്നെയല്ല, നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതി നമുക്കുണ്ടാകും. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ വളരെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അദ്ദേഹത്തേക്ക് ഒരു വളരെ ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് ഈ കാടിൻ്റെ മുകളിൽ നിന്ന്, അതായത് വൃക്ഷങ്ങളുടെ മുകളിൽ നിന്ന് ഞങ്ങളുടെ മേത്തേക്ക് പതിച്ചതായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഏതാണ്ട് 6 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു പാമ്പായിരുന്നു, വിഷപ്പാമ്പ്. ഞങ്ങൾ ഈ പോകുന്ന വഴിയിലൊന്നും റോഡിലേക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് വന്യമൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അത് തന്നെ ഒരു കണക്കിന് നല്ലതാണെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മുൻപിലോ പിന്നിലോ വേറൊരു വാഹനം പോലും ഇല്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 12:30 മണിയായപ്പോഴേക്കും 1-2 വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിരുന്നു. ഉച്ചക്കലത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടേക്ക് പോയത് അവധി ദിവസം അല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാം വാഹനങ്ങൾ വളരെ കുറവ്. പക്ഷെ ഇവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് യാത്രക്കാരെല്ലാം, ടൂറിസ്റ്റുകളെല്ലാം ഇവിടേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കാണിക്കുന്നത്. ഈ സ്ഥലങ്ങളുടെ വീഡിയോയ്ക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഈ റൂട്ട് കാണിക്കുന്നതും ഇവിടെ വരുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളങ്ങനെ കേരളമേടിനോട് അടുത്തെത്താറായി. നമ്മളുടെ പുറകിലുണ്ടായിരുന്ന ടെമ്പോ ട്രാവലറും ഏതാണ്ട് തൊട്ട് പുറകിൽ തന്നെ എത്തി. ഞങ്ങൾ പല സ്ഥലത്ത് നിർത്തിയാണ് വന്നത്. അവർ ആ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പോകുമ്പോൾ കാണാമെന്നുള്ള അതുകൊണ്ടാണ് നിർത്താതെ തന്നെ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ എത്തി. ഞങ്ങൾ വാഹനം നിർത്തി. ഞാൻ അവിടെ വാഹനം തിരിക്കുന്ന സമയത്ത് തന്നെ അവരവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ കേരളമേട് ചെക്ക് പോസ്റ്റിൽ എത്തുന്നതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഗാർഡും സ്റ്റാഫും നേരെ റൂമിലേക്ക് നടക്കുകയാണ്. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.